ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. വിക്രമവല്ലരി തൻ്റെ ദുഃഖങ്ങൾ മറന്ന് കഥയെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് കണ്ട് സന്തോഷവതിയായ ദിതി രാജകുമാരി കഥകളുടെ ബാക്കി ഭാഗങ്ങൾ പറയാൻ ആരംഭിച്ചു. സൗഹൃദത്തിന് മുന്നിൽ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാപതിയെ കണ്ട് മന്ത്രി അത്ഭുതപ്പെട്ടു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നിന്റെ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ പറയൂ. വിദ്യാപതി നടന്നതെല്ലാം മന്ത്രിയോട് പറഞ്ഞു. കഥ അവിശ്വസനീയമായി തോന്നി എങ്കിലും മരിക്കാൻ പോകുന്ന വിദ്യാപതി കള്ളം പറയില്ല എന്ന് മന്ത്രിക്ക് തോന്നി. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ മന്ത്രി കാര്യങ്ങൾ പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു. അന്നേ ദിവസം ഒരാളെ കഴിവേറ്റിയാൽ രാജ്യത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി രാജാവിനെ പറഞ്ഞ് ധരിപ്പിച്ചു. അങ്ങനെ വിദ്യാപതിയുടെ വധശിക്ഷ പിറ്റേന്നത്തേക്ക് മാറ്റി. അസ്വാഭാവിക സംഭവങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അന്ന് രാത്രി മന്ത്രി രാജസഭയിലെ മറ്റ് രണ്ടുപേരെയും കൂട്ടി മട്ടുപ്പാവിൽ കാത്തിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. രാത്രിയേറെ വൈകിയപ്പോൾ രാജകുമാരി രഹസ്യമായി പുറത്തേക്കിറങ്ങി. ഇത് കണ്ട മന്ത്രിക്ക് വിദ്യാപതി പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിലായി. ഒന്നും മിണ്ടാതെ മന്ത്രിയും കൂട്ടരും രാജകുമാരിയെ പിന്തുടർന്നു. അവൾ കാട്ടിലൂടെ നടന്ന് വൃദ്ധൻ താമസിക്കുന്ന കുടിലിനരികിലെത്തി. യാതൊരു സങ്കോചവും കൂടാതെ അകത്ത് കടന്നു. മന്ത്രിയും കൂട്ടരും കുടിലിനരികിൽ അകത്തെന്താണ് നടക്കുന്നത് എന്ന് ചെവിയോർത്തുകൊണ്ട് നിന്നു. രാജകുമാരിയെ കണ്ട വൃദ്ധൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. രാജകുമാരി അയാളോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നു. പക്ഷേ ഒരബദ്ധം പറ്റി. അയാളുടെ കൂടെ വന്ന ആ മന്ത്രികുമാരൻ എല്ലാം കണ്ടു. ഞാൻ ആ കുറ്റം മന്ത്രികുമാരൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഇനി നമ്മൾ സുരക്ഷിതരാണ്. ഇനി ഇവിടെ നിന്നും നമ്മൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. എല്ലാം കേട്ടു നിന്ന മന്ത്രിക്കും കൂട്ടർക്കും ഇത്രയും മതിയായിരുന്നു. ഉടൻ തന്നെ മന്ത്രി അവരുടെ മുന്നിൽ ചാടി വീണു. ഒന്നിലധികം ആളുകൾ കൈയോടെ പിടിച്ചതുകൊണ്ട് രാജകുമാരിക്ക് ഇത്തവണ ഒന്നും പറയാനായില്ല. ഇരുവരെയും മന്ത്രിയും കൂട്ടരും ചേർന്ന് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. കേട്ടതെല്ലാം സത്യമാണോ എന്ന് രാജാവ് വൃദ്ധനോട് ചോദിച്ചു. വൃദ്ധന് ഒന്നും നിരാകരിക്കാനായില്ല. അയാൾ ഒന്നും മിണ്ടാതെ രാജാവിൻ്റെ മുന്നിൽ തലകുനിച്ച് നിന്നതേയുള്ളൂ. മറ്റു വഴികളില്ലാതെയായപ്പോൾ രാജകുമാരി സത്യം തുറന്നു പറഞ്ഞു. അവൾ മാപ്പ് നൽകണം എന്നപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെ കാൽക്കൽ വീണു. എന്നാൽ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് കുറ്റബോധം തോന്നി. ഉടൻ തന്നെ വധശിക്ഷ കാത്തു കഴിയുന്ന വിദ്യാപതിയെ സ്വതന്ത്രനാക്കാൻ അദ്ദേഹം പറഞ്ഞു. പകരമായി നീതിമാനായ അദ്ദേഹം ദുഷ്ടയായ രാജകുമാരിയെയും വൃദ്ധനെയും തൂക്കിലേറ്റാൻ വിധിച്ചു. രാജകുമാരി കരഞ്ഞു പറഞ്ഞിട്ടും അവളുടെ ഭാഗം നിൽക്കാൻ ആരുമുണ്ടായില്ല. വൈകാതെ തന്നെ ശിക്ഷ നടപ്പാക്കപ്പെട്ടു. വിദ്യാപതി സ്വതന്ത്രനായി. വീരശേഖരൻ്റെ മൃതദേഹം ദഹിപ്പിക്കാൻ വിദ്യാപതി സമ്മതിച്ചില്ല. അവൻ കൊട്ടാരം വൈദ്യനെ വിളിപ്പിച്ച് കാലങ്ങളോളം മൃതദേഹം ജീർണിക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേകതരം എണ്ണ തയ്യാറാക്കി. രാജകുമാരൻ്റെ ശവശരീരം ഒരു പെട്ടിയിലാക്കി അതിൽ ആ എണ്ണയും നിറച്ച് രാജാവിനോടും മന്ത്രിയോടും വിട പറഞ്ഞ് അവൻ യാത്ര തുടർന്നു. സ്വരാജ്യത്തേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത് എന്ന ചോദ്യത്തിന് വിദ്യാപതി മന്ത്രിയോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. വീരനില്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാനാവില്ല. മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മഹാരാജാവിൻ്റെ മുന്നിൽ നിൽക്കാനുമാവില്ല. അതിലും ഭേദം മരണമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവനെ ജീവിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇനിയുള്ള എൻ്റെ യാത്ര. എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവന് വേണ്ട ഉദകക്രിയകൾ ചെയ്ത ശേഷം ഒരു ചിതയൊരുക്കി ഞാനും എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. ഇരുവരുടെയും സൗഹൃദത്തിൻ്റെ മഹത്വം കണ്ട് മന്ത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. വിദ്യാപതി പേടകവുമായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു. തപസ് ചെയ്തു. നിരവധി സിദ്ധന്മാരെ സമീപിച്ചു. ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തി. പക്ഷേ രാജശേഖരനെ ജീവിപ്പിക്കാനുള്ള വഴി മാത്രം അവന് കിട്ടിയില്ല. ഒടുവിൽ തൻ്റെ ഭാര്യയായ ലക്ഷണവതിയെ ഒന്ന് കണ്ട ശേഷം തൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് വിദ്യാപതി അവളുടെ നാട്ടിലേക്ക് നടന്നു. അങ്ങനെ അവൻ ലക്ഷണവതിയെ കണ്ടു. അവൾ അവനെ വളരെയധികം സ്നേഹത്തോടെ പരിചരിച്ചു. അവൾ വളരെയധികം സന്തോഷവതിയായി വിശേഷങ്ങൾ തിരക്കി. വിദ്യാപതി ആകെ നിരാശനായിരുന്നു.
അവളുടെ വാക്കുകൾക്ക് ഏറെ നേരം ചെവി കൊടുക്കാൻ അവന് തോന്നിയില്ല. ക്ഷീണം അഭിനയിച്ചുകൊണ്ട് അവൻ ശയ്യാഗ്രഹത്തിലേക്ക് പോയി. ലക്ഷണവതി പിന്തുടർന്നു വന്നപ്പോൾ അവൻ വളരെ ക്ഷീണത്തോടെ കിടക്കുന്നതായി ഭാവിച്ചു. ലക്ഷണവതി പുഞ്ചിരിയോടെ അവൻ്റെ അരികിലിരുന്നു. വീരകേസരിയുടെ അനുഭവത്തെ മുൻനിർത്തി ലക്ഷണവതിയെയും ഒന്ന് പരീക്ഷിക്കണം എന്ന് വിദ്യാപതി തീരുമാനിച്ചു. അവൻ അവളുടെ നീക്കങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ഉറക്കം നടിച്ച് കിടന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ അവൾ ചുമരിൽ തൂക്കിയിട്ടിരുന്ന തൻ്റെ കഠാരയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഇത് കണ്ട് വിദ്യാപതി ഞെട്ടിപ്പോയി. സ്ത്രീകളെല്ലാം ഇങ്ങനെയാണോ എന്ന് അവൻ ചിന്തിച്ചു. ഏതായാലും ഈ നാടകത്തിൻ്റെ ബാക്കി ഭാഗം കൂടി അറിയണം എന്ന ഉദ്ദേശ്യത്തോടെ വിദ്യാപതി ലക്ഷണവതിയെ പിന്തുടർന്നു. അവൾ കാട്ടിലൂടെ നടന്ന് അകലെയുള്ള ഒരു ക്ഷേത്രത്തിലെത്തി. ദേവിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒടുവിൽ അങ്ങൻ്റെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കുന്നു. ഇനി അടിയൻ അവിടുത്തോട് പറഞ്ഞിരുന്ന വാക്കുപാലിക്കട്ടെ. ലക്ഷണവതി ഭർതൃവിരഹത്താൽ കഷ്ടതകൾ അനുഭവിക്കുകയായിരുന്നു. വിദ്യാപതി തൻ്റെ അരികിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളും അവൾ ചെയ്തിരുന്നു. പക്ഷേ ഏറെ നാൾ കാത്തിരുന്നിട്ടും അവൾക്ക് അവനെ കാണാൻ പോലുമായില്ല. ഒടുവിൽ ഒരിക്കലെങ്കിലും അവനെ കാണാനുള്ള ഭാഗ്യം നൽകണമെന്നും അങ്ങനെ സംഭവിച്ചാൽ ഉടനെ തന്നെ ദേവീ സമക്ഷം വന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു കൊള്ളാമെന്നും അവൾ ദേവിയോട് പറഞ്ഞു. അപ്പോഴാണ് വിദ്യാപതി തിരിച്ചെത്തിയത്. ലക്ഷണവതി ദേവിക്ക് നൽകിയ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കഠാരയുമായി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. അവൾ കഠാര തൻ്റെ കഴുത്തിൽ ചേർത്തു. ഉടനെ ശ്രീകോവിലിൽ നിന്നും മഹാ തേജസ്വിയായ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അത് സാക്ഷാൽ ഭദ്രകാളിയായിരുന്നു. ദേവി പറഞ്ഞു, മകളെ, പതിവ്രതയായ നീ ജീവൻ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഉത്തമനായ ഭർത്താവിനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അയാളോടൊപ്പം ദീർഘകാലം സുമംഗലിയായി ജീവിക്കുക. ലക്ഷണവതി തൊഴുകൈകളോടെ ദേവിയെ നോക്കി. വിദ്യാപതി അവൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നതും ദേവി അറിഞ്ഞു. പുഞ്ചിരിയോടെ ദേവി പറഞ്ഞു, നിന്റെ ഭർത്താവ് ഏറെക്കാലമായി തൻ്റെ സുഹൃത്തിനെ ജീവിപ്പിക്കാനുള്ള വഴിതിരിഞ്ഞ് നടക്കുന്നു. രാജകുമാരനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ അവൻ്റെ ജീവൻ വെടിയുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ദീർഘകാലം നീ സുമംഗലിയായിരിക്കട്ടെ എന്ന എൻ്റെ വരം വെറുതെ ആവാൻ പാടില്ല. നീ ഈ കമണ്ടലുവിലെ ജലം അവനെ ഏൽപ്പിക്കുക. അവൻ കൊണ്ടുവന്നിരിക്കുന്ന പേടകം തുറന്ന് അതിലെ മൃതശരീരത്തിൽ ഈ ജലം തെളിച്ചാൽ രാജകുമാരൻ പുനർജീവിക്കും. ദേവിയുടെ വാക്കുകൾ കേട്ട് വിദ്യാപതി സന്തോഷവാനായി. താൻ ഏറെ അലഞ്ഞു നടന്നിട്ടും സാധിക്കാത്ത ഒരു കാര്യം പതിവ്രതയായ തൻ്റെ ഭാര്യ അവൾ അറിയാതെ തന്നെ സാധിച്ചിരിക്കുന്നു. ഒരു നിമിഷം അവളെ സംശയിച്ചതിൽ അവന് കുറ്റബോധമുണ്ടായി. അവൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു നടന്നു. പഴയതുപോലെ ഉറക്കം നടിച്ച് തൻ്റെ കിടക്കയിൽ കിടന്നു. ലക്ഷണവതി തിരികെ എത്തിയപ്പോൾ അവൻ മെല്ലെ എഴുന്നേറ്റു. അവളെ അരികിൽ വിളിച്ച് അവൻ പറഞ്ഞു, ഉറക്കത്തിൽ ഞാൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. ഏറെ മുഖപരിചയം തോന്നുന്ന ഒരു സ്ത്രീ ഭദ്രകാളി ദേവിയുടെ തിരുനടയിൽ തൊഴുതു നിൽക്കുന്നു. തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ തൻ്റെ കയ്യിലുള്ള കഠാരയെടുത്ത് സ്വയം കഴുത്തറക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഒരു കൈ അവളെ തടഞ്ഞു. അത് ഭദ്രകാളിയായിരുന്നു. ദേവി അവളോട് എന്തൊക്കെയോ പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും ഓർക്കാനാവുന്നില്ല. നടന്നതെല്ലാം അക്ഷരം പ്രതി വിദ്യാപതി സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്നറിഞ്ഞ ലക്ഷണവതി അത്ഭുതപ്പെട്ടുപോയി. സ്വപ്നത്തിൽ വിദ്യാപതി കണ്ട സ്ത്രീ താൻ തന്നെയാണെന്ന് ലക്ഷണവതി അവനോട് പറഞ്ഞു. അതിനുശേഷം അവൾ നടന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ വിവരിച്ചു. വിദ്യാപതി അത്ഭുതത്തോടെ എല്ലാം കേട്ടുനിന്നു. അവൾ ചോദിച്ചു, അപ്പോൾ അങ്ങ് കൊണ്ടുവന്ന ആ പേടകത്തിലാണോ രാജകുമാരൻ്റെ ശരീരമുള്ളത്? അതെ, വിദ്യാപതി പറഞ്ഞു. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവൾ അവനോടൊപ്പം പേടകത്തിനരികിലേക്ക് നടന്നു. വിദ്യാപതി പേടകം തുറന്ന് രാജകുമാരൻ്റെ തല യഥാസ്ഥാനത്ത് ചേർത്ത് വെച്ചു. പ്രാർത്ഥനയോടെ അവർ കമണ്ടലൂലെ വെള്ളം രാജകുമാരൻ്റെ മുഖത്ത് തളിച്ചു. ദേവി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഏറെ താമസിയാതെ രാജകുമാരൻ കണ്ണു തുറന്നു. വിദ്യാപതിയെ നോക്കിക്കൊണ്ട് അവൻ പുഞ്ചിരിച്ചു. വിദ്യാപതിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വിദ്യാപതി, എനിക്കെന്താണ് സംഭവിച്ചത്? നാം ഇപ്പോൾ എവിടെയാണ്? വീരശേഖരൻ ചോദിച്ചു. വിദ്യാപതി പുഞ്ചിരിയോടെ വിവരങ്ങളെല്ലാം വീരശേഖരനെ ധരിപ്പിച്ചു. വീര, നിന്റെ ജീവന് വേണ്ടി ഞാൻ അറിയാത്ത സ്ഥലങ്ങളില്ല, കുമ്പിടാത്ത മൂർത്തികളില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ലക്ഷണവതിയാണ് നിന്നെ രക്ഷിച്ചത്. അവളില്ലായിരുന്നുവെങ്കിൽ ഈ ഉദ്യമത്തിൽ പരാജയപ്പെട്ട് ഞാനും മരിക്കുമായിരുന്നു.
വീരശേഖരൻ തൊഴുകൈകളോടെ നന്ദി സൂചകമായി ലക്ഷണവതിയെ നോക്കി. അവളും ഭർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഏറെ കൗതുകത്തോടെ രാജകുമാരനെ നോക്കി. അവൻ പറഞ്ഞു, എൻ്റെ ജീവൻ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ജീവൻ കൂടി നീ രക്ഷിച്ചു. പതിവ്രതയായ നിന്റെ സ്നേഹവും ഭക്തിയും ദേവകൾ പോലും വാഴ്ത്താൻ ഇടവരട്ടെ. ദീർഘകാലം നിങ്ങൾ ഈ സ്നേഹത്തോടെ ജീവിക്കുക. നിങ്ങൾക്ക് തുണയായി ഞാനുമുണ്ടാവും, മരണം വരെ. വൈകാതെ മൂവരും കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. വീരശേഖരൻ മറ്റൊരു വിവാഹം കഴിച്ചു. പിതാവിൻ്റെ കാലശേഷം അവൻ രാജാവായി. വിദ്യാപതിയും ലക്ഷണവതിയും അവനോടൊപ്പം കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു. വിദ്യാപതി രാജശേഖരൻ്റെ ബുദ്ധിമാനും സമർത്ഥനുമായ മന്ത്രിയായി അറിയപ്പെട്ടു. ജീവിതകാലം മുഴുവനും അവരുടെ സ്നേഹബന്ധം തുടർന്നു. കാട്ടാളനായ ഹിരണ്യസീനു സന്യാസിയുടെ കഥയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കഥയെ അവസാനിപ്പിച്ച് സന്യാസി പറഞ്ഞു, ഇങ്ങനെയുള്ള കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കാൻ. നിന്റെ കൂട്ടുകാരൻ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിന്നെ ഇതുപോലെ പരിഗണിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ നീ ഇവിടെ വന്ന് എൻ്റെ ഭാര്യയെ അപഹരിച്ച് മറ്റൊരുവന് നൽകി എന്നെയും കുഴപ്പത്തിലാക്കി. നിന്നെ ഞാൻ ആ നിമിഷം തന്നെ ശിക്ഷിക്കേണ്ടതാണ്. പക്ഷേ നീ നിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ തോന്നുന്നില്ല. ഹിരണ്യസീനു നിറകണ്ണുകളോടെ സന്യാസിയെ നോക്കി. സന്യാസി അവന് കാട്ടിലുള്ള ഒരു ഗുഹ കാണിച്ചു കൊടുത്തു. അയാൾ പറഞ്ഞു, ഈ ഗുഹയ്ക്കുള്ളിലാണ് ശത്രുക്കളെ ഭയന്ന് ദേവലൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. ഇത് യുഗങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണ്. രാജാവും പിന്മുറക്കാരും കാലം ചെയ്തു. ഈ നിധി ഇവിടെയുള്ളത് ഇപ്പോൾ എനിക്ക് മാത്രമേ അറിയൂ. ഇതിൽ നിന്നും നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളുക. പിന്നീട് ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരരുത്. ഇവിടെ നിന്നും പുറത്തു കടന്നാൽ പിന്നെ ഈ സ്ഥലം ഓർക്കാൻ പോലും നിനക്ക് കഴിയില്ല. സന്യാസിയുടെ വാക്കുകൾ കേട്ട് ഹിരണ്യസീനു ഗുഹയ്ക്കുള്ളിൽ കടന്നു. അവിടെയുള്ള രത്നശേഖരങ്ങളും ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. മടിശീലയിൽ നിറയുന്നത്രയും നാണയങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഹിരണ്യസീനു ഗുഹയ്ക്ക് പുറത്തു കടന്നു. അവനവിടെ ആ സന്യാസിയെ കണ്ടില്ല. ചുറ്റിലും അല്പം നടന്ന് അവൻ അയാളെ നോക്കി. യാത്ര പറയാൻ പോലും നിൽക്കാതെ അയാൾ വനത്തിലെവിടെയോ മറഞ്ഞിരുന്നു. നന്ദിയോടെ അയാളെ സ്മരിച്ചുകൊണ്ട് ഹിരണ്യസീനു തിരികെ വീട്ടിലേക്ക് നടന്നു. പിന്നീട് ഒരിക്കലും അയാൾ കൊട്ടാരത്തിലേക്ക് പോയിട്ടില്ല. സമാധാനപരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവന് ആ സ്വർണ്ണ നാണയങ്ങൾ മതിയായിരുന്നു. പിന്നീടുള്ള കാലം അവൻ തൻ്റെ കുലത്തൊഴിലിൽ പ്രാഗൽഭ്യം നേടി. സുന്ദരിയായൊരു യുവതിയെ വിവാഹം ചെയ്ത് അവളോടൊപ്പം അല്ലലില്ലാതെ ജീവിച്ചു. ദിതി രാജകുമാരി കഥ അവസാനിപ്പിച്ച് വിക്രമവല്ലരിയെ നോക്കി. വിക്രമവല്ലരി പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ദിതി പറഞ്ഞു, ഇനി നീ വാക്കുപാലിക്കണം. നിന്റെ വിഷമം എന്നോട് പറയണം. ഇതാണ് കാര്യങ്ങൾ ചോദിക്കാനുള്ള അവസരമെന്ന് മനസ്സിലാക്കിയ വിക്രമവല്ലരി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതിന് കാരണം നീയാണ്. എനിക്ക് നിന്നെപ്പറ്റി ഓർത്തിട്ടാണ് വിഷമം. ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ടത് നീ പുരുഷന്മാരെ കാണുക പോലും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ നാളുകൾ ഇത്രയായിട്ടും എനിക്കതിൻ്റെ കാരണം പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ നിൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? നിൻ്റെ മനസ്സിൽ ഒരു സുഹൃത്ത് എന്ന സ്ഥാനം പോലും നേടാൻ കഴിയാതെ പോയതിലാണ് എൻ്റെ വിഷമം. ഇത് കേട്ടതോടെ ദിതിയുടെ മുഖം മാറി. ദേഷ്യത്തോടെ അവൾ പറഞ്ഞു, പുരുഷവർഗത്തെ വിശ്വസിക്കാൻ കഴിയില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിനക്ക് അവരിൽ നിന്നും വല്ല തിക്താനുഭവങ്ങളും ഉണ്ടായോ? വിക്രമവല്ലരി ചോദിച്ചു. ഉണ്ടായിട്ടുണ്ട്. ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മം, ദിതി പറഞ്ഞു. എന്നാൽ ആ കഥ കൂടി എന്നോട് പറയൂ. വിക്രമവല്ലരി ദിതിയെ നോക്കി. ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം ദിതി വീണ്ടും കഥ പറയാൻ തുടങ്ങി.